വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിവിടെ ഒരു പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ച മാങ്ങ കൊണ്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുക്കണം. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ആ തൊലിയൊക്കെ ഒന്ന് ചെത്തുക. ഇതിപ്പോൾ നല്ല പച്ചമാങ്ങയാണ്. ഇതിനിത്തിരി പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ ഈ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. ഇതിപ്പം പുളി കുറവാണ്, പുളി കൂടുതലാണ് ഈ മാങ്ങയ്ക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തു. ഞാൻ മുളക് പൊടി അരച്ചിട്ടുള്ളത് കൊണ്ടാണ് പച്ചമുളകിൻ്റെ എണ്ണം ഒന്നാക്കിയത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് അടച്ചു വെച്ചു. ഇതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. വേഗം തന്നെ ഇത് റെഡിയാകും. ഇതൊന്ന് വേകുന്ന ഈ മാങ്ങ മുറിച്ച് വേകുന്ന സമയം മതി, നമുക്ക് പെട്ടെന്ന് നമ്മുടെ കറി റെഡിയാകും. ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിപ്പം ഇത്രയും വെള്ളമേ ചേർത്തിട്ടുള്ളൂ. മാങ്ങ ആയതുകൊണ്ട് ഇത്തിരി ഒന്ന് കുറുകും. അപ്പം നമ്മുടെ വീട്ടിലെ ആളിൻ്റെ എണ്ണം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. ഇനി ഞാൻ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനൊന്ന് കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാങ്ങാക്കറിയില്ലേ അതിനകത്തേക്ക് പിന്നെ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ശേഷം നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാനൊരു ബൗളിലേക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം. വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ വേഗം എടുത്ത് മുറിച്ച് വയ്ക്കുക, തേങ്ങ തിരുമുക, പെട്ടെന്ന് കറിയാകും. നമുക്ക് പിന്നെ രാവിലെ അരിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു വെപ്രാളമല്ലേ എന്തൊഴിച്ച് കറി വയ്ക്കുമെന്ന്. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.